നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് രാജ്യം ഇന്നൊരു വ്യക്തത പ്രതീക്ഷിച്ചിരുന്നു. അല്പം മുമ്പാണ് രാജ്യസഭയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചത്. സുദീർഘമായി 1.5 മണിക്കൂറിലേറെ നേരം അദ്ദേഹം സഭയിൽ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും കണക്കറ്റ് പരിഹസിച്ചു. പതിവ് പോലെ ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ രാജ്യം പ്രതീക്ഷിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച വിശദീകരണം പ്രസംഗത്തിലെ പരാമർശത്തിൽ ഒതുക്കി നരേന്ദ്രമോദി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാർ പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. എന്താണ് കരാർ വ്യവസ്ഥകൾ? ഇരുകൂട്ടരുടെയും നേട്ടങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ മേഖലകളാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾ രാജ്യത്തിന് ഈ നിമിഷവും വ്യക്തതയില്ലാത്തതായി ഉണ്ട്. ഫയർ ഇന്ന് ചർച്ചയ്ക്ക് വയ്ക്കുന്നു. ഇന്ത്യ US വ്യാപാര കരാറിൽ ഉരുണ്ടു കളിക്കുകയാണോ കേന്ദ്ര സർക്കാർ? ഇന്ന് ന്യൂസ് മലയാളം ഓഡിയൻസ് പോളായും ഇതേ ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ വിശദാംശങ്ങൾ മറച്ചുവെക്കുകയാണോ കേന്ദ്ര സർക്കാർ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് പ്രേക്ഷക വിധി ഇങ്ങനെയാണ്: കേന്ദ്രം വിശദാംശങ്ങൾ മറച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞവർ 82%. 15% പേർ മറിച്ചും അഭിപ്രായം രേഖപ്പെടുത്തി. 3% പേർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായമില്ല. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, BJP നേതാവ് യുവരാജ് ഗോകുൽ എന്നിവരാണ്. ആദ്യം യുവരാജ് ഗോകുലിലേക്കാണ് പോകുന്നത്. കാരണം ഈ വിഷയം വന്നതിന് ശേഷം, ഇങ്ങനെ ഒരു കരാറുണ്ട് എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം പ്രതികരിച്ച BJP നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ വൈകാതെ വ്യക്തത ഉണ്ടാകുമെന്നും 1 ദിവസമോ 2 ദിവസമോ കാത്തിരിക്കാനും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടി അല്ലെങ്കിൽ നന്ദി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തും എന്ന് തന്നെയായിരുന്നു. ഇന്ന് ഈ ഏതാണ്ട് 5 മണി വരെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നത് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴും വ്യക്തതയില്ല, സുതാര്യതയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹർഷൻ, ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽസ് എന്നുള്ള രീതിയിൽ സൈൻ ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രി വന്നിട്ട് സഭയിൽ നിന്നിട്ട് പ്രസംഗിക്കുകയാണോ ചെയ്തത്? എന്താണ് ആ ഡീൽ എന്നുള്ള കാര്യം? 2 ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ തമ്മിൽ ട്രേഡ് ഡീൽസ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സുതാര്യതയുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഗൗരവവും ഉണ്ടാവും. അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന തലത്തിൽ 2 പേരും കൂടി സംയുക്തമായിട്ടാണ്, 2 രാജ്യങ്ങളും കൂടി സംയുക്തമായിട്ടാണ് ആ ഡീൽ എന്താണ് എന്നുള്ള കാര്യം ലോകത്തോട് പറയുക. ഇത്രയും കാലവും ഞാൻ കണ്ടിട്ടുള്ളത് അത്തരത്തിലാണ് എല്ലാ ഡീലുകളും തമ്മിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഏകപക്ഷീയമായിട്ട് വന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്. പകരം 2 രാജ്യങ്ങളോട് കൂടി 2 രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ചിലപ്പോൾ ഉദ്യോഗസ്ഥരായിരിക്കും, ചിലപ്പോൾ മന്ത്രിതലത്തിലുള്ള ആൾക്കാരായിരിക്കും, അവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി 2 പേരും കൂടി വന്ന് സംയുക്തമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതാണ് ഈ കാലയളവ് വരെയും കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും തന്നെ ഇന്ന് പാർലമെന്റിന്റെ അകത്ത് പ്രധാനമന്ത്രി ആ തരത്തിൽ പ്രഖ്യാപിക്കും എന്ന് ഞങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്? പിന്നെ അതിനകത്ത് ചില ക്ലാരിഫിക്കേഷൻസ് തരേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് എന്തൊക്കെയാണോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാകേണ്ടത് ആ ക്ലാരിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും പലരുടെ ആശങ്ക, ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് US-ന് മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു എന്നുള്ള തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല എന്നും അതിനകത്ത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് പരിപൂർണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യവും പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പലതും പറയും. ഇപ്പോൾ ട്രംപ് എത്രയോ തവണ പറഞ്ഞു. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയിൽ എല്ലാ മാസത്തിലും 1 എന്നുള്ള കണക്കിനകത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ വാർത്തകളുണ്ട്. എല്ലാ മാസവും ഒരു തവണയെങ്കിലും ട്രംപ് പറയുന്നുണ്ട്. എന്ന് കരുതിയിട്ട് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ട്രംപ് പലതും പറയും. അതിനകത്തൊന്നും നമ്മൾ പോയി തലവെക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ട്രേഡ് ഡീൽ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അത് വ്യക്തമാക്കപ്പെടേണ്ട സമയത്ത്, വ്യക്തമാക്കേണ്ട സ്ഥലത്ത്, വ്യക്തമാക്കപ്പെടേണ്ടുന്ന വേദിയിൽ അത് വ്യക്തമാക്കപ്പെടുക തന്നെ ചെയ്യും. റൈറ്റ്. അഡ്വക്കേറ്റ് വിദ്യ, ഈ വിഷയത്തിൽ ഇപ്പോൾ ട്രംപ് ഇങ്ങനെ പലതും പറയും. പക്ഷേ
വ്യക്തമാക്കേണ്ട സമയത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ യുവരാജ് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി കരാറുണ്ടായി, ആ കരാറിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടല്ലോ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഇവിടെ ഏകപക്ഷീയമായി നയപരമായ കാര്യങ്ങളിലടക്കം, രാജ്യത്തിൻ്റെ നയപരമായ കാര്യങ്ങളിലടക്കം ചില പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. വ്യക്തമാണത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന കാര്യത്തിലായാലും $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഏകപക്ഷീയമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ് വസ്തുത. പക്ഷേ ഇനിയും സമയമെടുക്കും. ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം. അപ്പോൾ കൂടുതൽ വ്യക്തത വരും. എന്തിനാണ് ഈ തിടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഗോകുല് പറഞ്ഞെടുത്ത് നമുക്ക് ശരിക്കും തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം പല കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സീസ് ഫയർ അത് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നും സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞു. അതുതന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ആളുകൾ മുഴുവൻ സീസ് ഫയർ കേൾക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ്. അതുതന്നെയാണ് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഗോകുല് പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കരാറുകളിൽ വളരെ കൃത്യമായിരുന്നു കാര്യങ്ങൾ. അതിൽ ഇന്ത്യൻ പ്രതിനിധിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയൊക്കെ ഇരുന്നുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടാണ് ആ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെ കുറിച്ചും അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ ആളുകൾ പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രതികരിക്കാനുള്ള എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അത് തന്നെയാണല്ലോ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു ചർച്ച നടക്കുന്നതെങ്കിൽ, ഇതുപോലൊരു ട്രീറ്റിയോ അല്ലെങ്കിൽ കരാറോ ട്രേഡോ അങ്ങനെ ഇതുമായി എന്തെങ്കിലും ഒരു വിദേശ രാജ്യവുമായിട്ട് ഒരു കരാറ് ഒപ്പിടാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ അത് പാർലമെന്റ് ചർച്ച ചെയ്താൽ എന്താ? ഇത് കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ സഭയിൽ വെച്ചു എന്ന് പറയുന്നതിൽ പോലും കൃത്യമായിട്ട് ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും സഭാംഗങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്കല്ല പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു 0% തീരുവയിലാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്, ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ട് അങ്ങനെ അല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തും സഭയ്ക്കകത്തും നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മറുപടി പറയുന്നതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വേണ്ടേ പറയാൻ. അതുപോലെ തന്നെ റഷ്യൻ ഓയിലുമായി ബന്ധപ്പെട്ട വിഷയം വർഷങ്ങളായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തും ഇത് കൃത്യമായിക്കൊണ്ട് അവർ വീണ്ടും പറയുകയാണ് വെനിസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു, റഷ്യയിൽ നിന്ന് ഞങ്ങൾ അത് നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് അത് ഇന്ത്യയുടെ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നതിന്റെ ഇടയിലുണ്ട്, ഞങ്ങളിതാ ഡൈവേഴ്സിഫിക്കേഷൻ പുറത്തുനിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ആലോചന നടക്കുന്നു എന്ന ഹിന്റും ഇന്ത്യയുടെ വാണിജ്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ അതിൽ എന്താണോ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും പറഞ്ഞു വെച്ചത് അതിന്റെ ഏകദേശമുള്ള സൂചനകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു കരാറിലേക്ക് വരുന്ന സമയത്ത് അത് പാർലമെന്റിൽ മുന്നിൽ വെക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതൊന്നും ചെയ്യാതെ ഇത്തരം ഒളിച്ചോട്ടം നടത്തുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റൈറ്റ്. ഡോക്ടർ VPP മുസ്തഫ, ഇക്കാര്യത്തിൽ ഈ സുതാര്യതയും വ്യക്തതയുമാണ് എല്ലാവരും തേടുന്നത്. ആദ്യമായി ഈ വിഷയത്തിൽ അയൽ രാജ്യങ്ങളുമായുള്ള ഒരു താരതമ്യത്തിലേക്ക് വിഷയത്തെ കൊണ്ടുവന്ന് വെച്ചതും BJP ആണ്. സ്വാഭാവികമായും അപ്പോൾ ആ താരതമ്യത്തിലേക്ക് നമ്മളും പോകും. അങ്ങനെ നോക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തതയോടെ സുതാര്യതയോടെ ചൈനയുമായുള്ള കരാർ സംബന്ധിച്ച് അവർ ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക ചെയ്തത്. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിലാണെങ്കിൽ പാകിസ്ഥാനാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഈ ആർക്കാണ് ഇതുകൊണ്ടൊരു നേട്ടം എന്നുള്ളത് നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ ശതമാനക്കണക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ 1% നമുക്ക് കുറവാണ് നമ്മളുടെ താരിഫ് എന്നുള്ളത് കണക്കാക്കാം. ആ കാര്യത്തിൽ അയൽ രാജ്യങ്ങളുമായി നമുക്ക് നേട്ടമുണ്ട്. പക്ഷേ ഈ സുതാര്യതയുടെ കാര്യത്തിൽ അത് നമുക്ക് പറയാൻ കഴിയുമോ, അവകാശപ്പെടാൻ കഴിയുമോ? അല്ലേ, മോഡി ഭരണകാലത്ത് എത്ര ഭീകരമായ നിലയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ സ്ഥിതിവിശേഷങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആളുകൾക്ക് കുറച്ച് പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ് നമ്മുടെ പാർലമെൻ്ററി സംവിധാനങ്ങൾ. അതിനെ മുച്ചൂടും തകർക്കുകയാണ്. പാർലമെൻറ്റിനോട് ഒരു മര്യാദയില്ല, ഒരു ബഹുമാനവുമില്ല.
പ്രധാനമന്ത്രി പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ വന്നിരിക്കുന്ന സമയം തന്നെ എത്ര കുറവാണ്. നമ്മുടെ ആദ്യകാലത്തെ പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ, അതിലെ ഇടപെടലുകൾ, അതിന്റെ ഡിബേറ്റുകൾ, അന്നത്തെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാം ഇടപെടലുകൾ, അന്നും പ്രതിപക്ഷത്ത് RSS നിലപാടുകൾ ഉള്ളവരുണ്ടല്ലോ, ഏറ്റവും പ്രഗത്ഭരായ ആളുകളുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെയാണോ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയൊക്കെ കാലത്തെ പാർലമെന്റ് പെരുമാറിയത്? ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. ഞങ്ങൾ വലിയ വിശ്വഗുരുവാണ്, ഞങ്ങൾ ഇന്ത്യയെ വലിയ സൂപ്പർ പവറാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്ര ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ കരാറിന്റെ പ്രശ്നം തന്നെ നിങ്ങൾ നോക്ക്. ആരെയാ ഈ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത്? ഏതാണ്ട് 2024 വരെ അമേരിക്കയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ എത്രയായിരുന്നു താരിഫ്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടിയത് 8% വരെ ഉണ്ടായിരുന്നുള്ളൂ. 4% മുതൽ 8% വരെയാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ 2024 വരെയുള്ള താരിഫ്. ആ താരിഫ് ഇപ്പൊ 18% ആയിരിക്കുക. അത് 25% ആക്കിയിട്ട് വർദ്ധിപ്പിച്ചു. ആ 25-ൽ നിന്ന് ഈ പുതിയ കരാറിന്റെ പേരിൽ 7% കുറച്ചിട്ട് 18% ആക്കിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് നേട്ടമുണ്ടായി പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകാരനുണ്ട്. അദ്ദേഹം വലിയ വിലയിട്ട് വെക്കും ഉൽപ്പന്നങ്ങൾക്ക്. പക്ഷെ നമ്മൾ പോയിട്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ബില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സെയിൽസ്മാൻമാർ ബില്ല് തരും. നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയാൽ ആ കടയുടെ ഉടമ വലിയ കുറവ് വരുത്തി തരും. നമ്മൾ ചോദിക്കാതെ തന്നെ അളവ് തരും. പക്ഷെ ആളറിയുന്നില്ലല്ലോ ഇതിങ്ങനെ വലിയ വില കൂട്ടി. പിന്നീടാണ് ആ തട്ടിപ്പ് ആളുകൾക്ക് മനസ്സിലായത്. അമ്മാതിരി ഏർപ്പാടല്ല ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. 2024 വരെ 8% വരെ പരമാവധി ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ തീരുവ 25% വരെ വർദ്ധിപ്പിക്കുകയും എന്നിട്ടത് ഇപ്പോ ഇന്ത്യ നിരുപാധികം കീഴടങ്ങിയതിന്റെ പേരിൽ കീഴടങ്ങിയിരിക്കുക. ആ കീഴടങ്ങിയതിന്റെ പേരിൽ 18% കുറച്ചു. ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. എന്താ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ തീരുവയെ കുറിച്ച് മിണ്ടാത്തത്? അത് ട്രംപ് പറയുന്നുണ്ടല്ലോ. ട്രംപ് മാത്രമല്ല പറഞ്ഞത്, ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുമായിട്ടുള്ള കരാർ ഞങ്ങൾ ഒപ്പിട്ടു. ഈ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ തീരുവ 25-ൽ നിന്ന് 18-നെ കുറിച്ച് കുറച്ചത് മാത്രമല്ലല്ലോ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ തീരുവ 0 ആണ്, പൂജ്യമാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തേ മോഡി മിണ്ടാത്തത്? അതിനെക്കുറിച്ച് എന്തേ ഇന്നലെ ഇരുസഭകളിലും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തിയല്ലോ, എന്തേ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഇന്നിപ്പോ വാണിജ്യകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് വാർത്താ സമ്മേളനം നടത്തി, അദ്ദേഹം എന്തേ മിണ്ടാത്തത്? എന്തേ ഇവിടെ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന പരിപാടി അത് ഇന്ത്യ നിർത്തി എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുകയാണ്. വൈറ്റ് ഹൗസിലെ വക്താക്കൾ പറയുകയാണ്. എന്തേ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ഇപ്പോ നവംബർ 1-നാണ് ചൈനയുമായുള്ള കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ഫാക്ട് ഷീറ്റ് ആയാലും എക്സിക്യൂട്ടീവ് ഓർഡറുകളായാലും അതിന്റെ ശതമാനക്കണക്കുകളായാലും എല്ലാം സമ്പൂർണ്ണമായി തന്നെയാണ് പുറത്തു വരുന്നത് ഇരു രാജ്യങ്ങളിലേക്കും. ഇപ്പൊ ചൈനയുമായാണ് കരാർ ഉണ്ടാവുന്നതെങ്കിൽ ചൈനയിലെ ജനങ്ങൾ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നില്ല. ഞാൻ ഈ താരതമ്യത്തിൽ ഇതിപ്പോൾ ഞാനായിട്ട് താരതമ്യം ചെയ്യാൻ തീരുമാനിച്ചതല്ല, ഈ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യൂ എന്ന് BJP പറഞ്ഞതുകൊണ്ട് ഞാനിത് ചോദിക്കുകയാണ്. അല്ല, BJP അങ്ങനെ പറയുന്നതിനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലേക്ക് വളരെ ഞാൻ വ്യക്തമായിട്ട് തന്നെ വരാം. ഇവിടെ ശ്രീമതി വിദ്യ പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങി. ശ്രീ VPP മുസ്തഫയിലേക്ക് വന്ന് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. ഒന്ന്, വിദ്യ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ മാത്രമല്ല മാഡം പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വലിയ തരത്തിലുള്ള ബിസിനസ് ഓഫറുകൾ ഞാൻ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തലത്തിൽ പറഞ്ഞു. എന്തായിരുന്നു ബിസിനസ് ഓഫർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് നമ്മൾ കണ്ടോ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ 2ാം ടേബിൾ വന്നതിന് ശേഷം പെരുമാറുന്നത് ഏത് തരത്തിലാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല യുവരാജ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വിഷയം ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ
അല്ല ഞാൻ ഓക്കെ പറയൂ. കഴിഞ്ഞു പറഞ്ഞോട്ടെ. ശരി, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിനകത്ത് ഭാഗികമായി എന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, ശരിയുടെ അംശങ്ങളുണ്ടോ, ഈ ശരിയുടെ അംശങ്ങൾ ഉള്ളത് കൊണ്ട് അത് മുഴുവൻ ശരിയാണ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാലാകാലങ്ങളിൽ ശരി എന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് സംസാരിച്ചിട്ടുണ്ടാകും. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. സീസ് ഫയറിന്റെ കാര്യത്തെക്കുറിച്ചിട്ട് അവരിങ്ങോട്ടേക്ക് സീസ് ഫയർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കാമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്താ റഷ്യയ്ക്കും യുക്രൈനിനിടയിൽ മീഡിയേഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടോ? പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യ ചാടിക്കേറിയിട്ട് ഞങ്ങളാണ് മീഡിയേഷൻ നടത്തിയതെന്ന് നരേന്ദ്രമോദി ലോകത്തിന്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഉത്തരവാദിത്വ ബോധമുള്ള പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇത്തരത്തിലുള്ള എത്രയോ ഇടപെടലുകൾ ലോകത്ത് നടത്തുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്ത് എത്രയോ അധികം രാജ്യങ്ങൾ, ഈവൻ ചൈനീസ് പ്രസിഡന്റ് പോലും എത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടാവും. നോക്കൂ, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടുള്ള രാഷ്ട്രതലവന്മാർ ചെയ്യേണ്ടുന്നതാണ്. ഡൊണാൾഡ് ട്രംപ് സെക്കൻഡ് ടൈമിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയി പാകിസ്ഥാനെ തെറി പറയുന്ന കണ്ടു. നിങ്ങളെ ഞാൻ കുറെ സഹായിച്ചു, എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും വലിയ വിലയൊന്നും കിട്ടുന്നില്ല, നോബൽ പ്രൈസ് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് പാകിസ്ഥാനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹം പലതും പറയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ അതേ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്ന് താഴെ കളിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യം ഇന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതിന് സമ്മതിച്ചു എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണം അവിടെ സംഭവിച്ചിട്ടുണ്ടാകണം. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ശ്രീ VPP. അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം മാത്രം ചേർത്ത് വെക്കുന്നുള്ളൂ. അതായത് നേരത്തെ ഈ പറയുന്ന വിദ്യാ ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഒരു ഡീൽ ഉണ്ടാകും എന്ന് പറയുന്നത് ഈ ഡീലിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഒരു വർഷമായി നടക്കുന്ന ചർച്ചയ്ക്ക് ഒടുവിൽ സംഭവിക്കുന്ന ഡീലാണിത്. അത് ഈ ഡീല് തന്നെയാണ്. ആ കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമല്ലേ? അല്ല, അങ്ങനെയല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഡൊണാൾഡ് ട്രംപ് 2024 അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ VPP മുസ്തഫ പറഞ്ഞതിനകത്തോടുകൂടി ഞാൻ വരികയാണ്. 4% മുതൽ 8% വരെയായിരുന്നു താരിഫ്. എത്രയായിരുന്നു ബാക്കി രാജ്യങ്ങളിലേക്കുള്ള താരിഫ്? എല്ലായിടത്തെയും താരിഫുകളെ അദ്ദേഹം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയും അദ്ദേഹം തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഞാൻ ഇന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് താരിഫ് എന്നാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ് എന്നാണ് അദ്ദേഹം താരിഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം തോന്നുന്ന പോലെ താരിഫ് കൂട്ടുന്നു, താരിഫ് കുറയ്ക്കുന്നു, മറ്റെന്തൊക്കെയോ ചെയ്യുന്നു. നോക്കുക, അമേരിക്ക ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ക്രെഡിബിലിറ്റിയും ബിസിനസ് രംഗത്ത് ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അമേരിക്ക താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പലരുമായിട്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ താളത്തിലൊത്ത് നമ്മൾ തുള്ളേണ്ടതുണ്ടോ എന്നുള്ള പ്രശ്നം. ഞാനെന്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വരാം വിദ്യ, അഡ്വക്കേറ്റ് വിദ്യ, ഞാൻ വരാം. അതായത് ഈ വെനിസ്വേലയുമായിട്ട് നമ്മൾക്ക് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. നമ്മളിതാ അവിടെ നിന്ന് എണ്ണ വാങ്ങും എന്നുള്ള സൂചന വളരെ കൃത്യമായി ഇപ്പൊ സർക്കാർ നൽകി കഴിഞ്ഞു. പക്ഷേ നമ്മൾ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. വാങ്ങൽ നിർത്തിയത് എപ്പോഴാണ്? അത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്. അത് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അമേരിക്കയുടെ ഇടപെടലൊന്നും നമ്മളങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അമേരിക്ക ഇടപെടുമ്പോൾ യഥാസമയം നമ്മൾ അതിനനുസരിച്ച് അതിന് വഴിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ എന്താ പറ്റിയത്? അമേരിക്ക ഇടപെട്ടപ്പോൾ നമ്മളത് നിർത്തി. അപ്പോൾ പൂർണ്ണമായും അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ യുവരാജ്? പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് മാത്രമല്ല, ലോകത്ത് ഒരു രാജ്യത്തിനും ആ തരത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം രണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് ഡീൽ ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്, മറ്റൊരാളുടെ ഇൻട്രസ്റ്റിനും പ്രാധാന്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതൊരു ട്രേഡ് ഡീൽ ആവുക. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്താർക്കും തന്നെ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനോട് വാങ്ങരുതെന്ന് പറഞ്ഞു, വെനസ്വേലയോട് വാങ്ങരുത്. ഇതേ ഡൊണാൾഡ് ട്രംപ് എന്നല്ലേ പറഞ്ഞ റഷ്യയോട് വാങ്ങരുതെന്ന്. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇന്നും നമ്മൾ കഴിഞ്ഞ മാസത്തെ ഏറ്റവും വലിയ ഓയിൽ ബില്ലെന്ന് പറയുന്നത്, റഷ്യയുടെ ഓയിൽ ബില്ലെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്.
റഷ്യയുടേതാണ്, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലാണ്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുകയാണ് കണ്ണുരുട്ടുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, നമ്മൾ നിർത്തിയോ? ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏതാണോ ഫീസിബിൾ ആയിട്ട് തോന്നുന്നത് പക്ഷേ ഇന്ത്യ അത് അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് രാജ്യം ചെയ്ത് എന്നുള്ള നിലയ്ക്ക് ആ തന്നെയാണ് നിലയ്ക്കാണ് നമ്മൾ മുമ്പോട്ട് ചെയ്യുന്നത് പോകുന്നത്. നമ്മൾ വിശ്വസിച്ചാൽ പോലും നിങ്ങൾ ഈ നമ്മുടെ ഒരു പറയുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കരോളിനിലേക്ക് വൈറ്റ് ഹൗസിന്റെ വക്താവ് പറയുന്നത് എന്താണ്? കാർഷിക മേഖലയിലടക്കം വാഹന മേഖലയിലടക്കം എന്താണ് ഇന്ത്യയിലേക്ക് ഈ വിപണി തുറന്നു കിട്ടിയിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ അവരുടെ കൃഷി സെക്രട്ടറി പറയുന്നത് എന്താണ്? ഇന്ത്യൻ വിപണി ഇതാ അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ സർക്കാർ അത് നിഷേധിക്കുകയാണ്. നമ്മൾ ആ വ്യക്തിയിലേക്ക് ചുരുക്കണ്ട, ആ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണ്ടേ? പ്രശ്നം കഴിഞ്ഞില്ലേ ഹർഷൻ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹർഷൻ. അവരുടെ താല്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഭരണകൂടം അവിടുത്തെ കർഷകരെ പറ്റിക്കാനാണോ? ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അമേരിക്ക ഏറ്റവും കാര്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ്. ആ ഭരണകൂടം അവരെ പറ്റിക്കാന്നാണോ? നോക്കൂ, ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റിനെ കുറിച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റ് എന്തൊക്കെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് തന്നെ വലിയ ധാരണയില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ബിസിനസ് എന്ന് പറയുന്നത് ടോട്ടലി അസ്ഥിരമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം US എന്ന് പറയുന്നത് വേൾഡ് പവറാണ്. ഡോളറിലാണ് ഈ പറയുന്ന മുഴുവൻ ട്രാൻസാക്ഷനും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നല്ലൊരു ശതമാനവും ഡോളറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസിന്റെ മേൽ അവർക്ക് അത്രയും വലിയൊരു ക്ലച്ച് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാജ്യം ഇങ്ങനെ അസ്ഥിരമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോ അത് ലോങ് ടൈമിൽ ഒരു കാലത്തും ആ രാജ്യത്തിന് ഗുണം ചെയ്യില്ല. കാരണം എങ്ങനെയാണ് ഇത്തരത്തിൽ ഓരോ സമയത്ത് ഓരോ മട്ടിൽ പെരുമാറുന്ന ഒരു രാഷ്ട്ര നേതാവിനോട് ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിലനിൽക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതൊരു പ്രശ്നമാണ്. പല രാജ്യങ്ങളും പലതരത്തിലാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡീൽ ഉണ്ടാക്കുക എന്നതാണ് രാജ്യത്തിന് മികച്ചത് എന്ന് കരുതുകയേ തൽക്കാലം സാധ്യമുള്ളൂ. അതുതന്നെയാണ് യുവരാജ് ഗോകുൽ പറയുമ്പോൾ ഭരണകൂടത്തിന്റെ ആ ഒരു നിസ്സഹായത കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം ചൈന ഈ വിഷയത്തെ നേരിട്ടത് എങ്ങനെയാണ്? ചൈന 140% ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തിയത്. പക്ഷേ ചൈന എന്ത് ചെയ്തു? തിരിച്ച് അങ്ങോട്ട് ധാതുക്കൾ കയറ്റി അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ചർച്ചയ്ക്ക് പോവുകയും ചെയ്തില്ല. ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് പോകാനും തയ്യാറായിട്ടില്ല. അതേസമയം ഇന്ത്യ നെഗോസിയേഷന് തയ്യാറാവുന്നു. ദീർഘമായ നെഗോസിയേഷൻ ഒടുവിൽ നമ്മൾ ഈ ധാരണയിലേക്ക് പോകാനുള്ള ഈ കരാറിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നു. മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ തായ്ലൻഡ് ആയാലും ഒക്കെ ആ ചർച്ചകളിലേക്ക് പോവുക എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ മാർഗം. ഇന്ത്യ ഈ മട്ടിൽ ഒരു വർഷം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ചില ധാരണകളിലെത്തുന്നു. ഇത് എത്ര കാലത്തേക്കാണെന്ന് തൽക്കാലം പറയുക വയ്യ. ഈ ട്രംപിന്റെ തീരുമാനം എപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ശരി, ഈ കാലത്തിന്റെ ശരി എന്ന് കരുതണോ? എന്നോടാണോ ചോദ്യം? അല്ല, വിദ്യയോടാണ്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കരാറിലേക്ക് പോകുന്ന സമയത്ത് ട്രംപ് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദി ആണെങ്കിലും നമ്മുടെ രാജ്യമാണെങ്കിലും വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പീയൂഷ് ഗോയലിനോട് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി നിർത്തുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഉത്തരവും വെനിസ്വലയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി ഇതുവരെ തന്നിട്ടില്ല. വളരെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പിൽ ബലി അഴിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കൊടുക്കേണ്ടതായിരുന്നു. എന്തൊക്കെ ചർച്ച ചെയ്തു, എന്തൊക്കെയാണ് ഇതിൽ തീരുമാനം എന്ന് ഇതുവരെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി ഇന്നിപ്പം രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയുടെ ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനുള്ള മറുപടി സഭയിൽ കൊടുക്കേണ്ടതായിരുന്നില്ലേ? കൊടുത്തിട്ടില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി ഇന്ത്യയുടെ ഇതുമായി സെക്രട്ടറി, വാണിജ്യ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറി, വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഒന്ന്, പിന്നെ നരേന്ദ്രമോദി വർഷങ്ങളായിട്ട് മാധ്യമങ്ങളെ കാണുന്ന സ്വഭാവമൊന്നുമില്ല. അതൊക്കെ വേറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മുമ്പ് ട്രംപ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന 4-8% തീരുവയായിരുന്നു അമേരിക്ക ഈടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം നമ്മളെ സംബന്ധിച്ച് എന്തിനാണ് അവർ ഈ പിഴ തീരുവ ഏർപ്പാടാക്കിയെന്ന് വെച്ചാൽ റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. വർഷങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നയവും നിലപാടും റഷ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക ഡിഫൻസ് മേഖലയിലൊക്കെ വളരെയധികം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യക്ക് ഒപ്പം നിന്ന രാജ്യമാണ് റഷ്യ. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ നമ്മൾ ഈ രാജ്യത്ത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യയെ പിണക്കിക്കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ അപ്പോൾ വിദ്യ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം റഷ്യയുമായിട്ട് ദീർഘകാലമായ ബന്ധം ഈ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് അങ്ങനെ നിരന്തരം ഇപ്പോഴത്തെ പോലെ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നില്ല. റഷ്യയിലെ എണ്ണ വില കുറച്ച് കിട്ടുന്ന കാലത്ത് മാത്രമാണ് ഇപ്പൊ മേടിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് കേട്ടോ, അത് മറക്കരുത്. വളരെ സ്വാഭാവികമായിട്ടും അമേരിക്ക പറഞ്ഞിടത്ത് ഇത് ഞാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നോ വാങ്ങുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണ് ഇന്ത്യ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെട്ട് തുടങ്ങുന്നു. ഈ രാജ്യത്തിന്റെ സൈനിക വിഷയവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അമേരിക്ക ഇടപെടുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നു. ഇതൊന്നും മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഇതുപോലെ മുമ്പും ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അതിന് മറുപടിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി കൊടുക്കണ്ടേ? ഒരു വലിയ രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യയുമായി ഞങ്ങൾ ഇങ്ങനെ ഡീൽ ഉണ്ടാക്കുന്നു, ഞങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു, 0% തീരുവയിലാണ് ഞങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്, കാർഷിക മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ നട്ടലൊടിക്കുന്ന നിലപാടാണ് അമേരിക്കയും ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറിൽ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുകയാണ്. ഇതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിനുണ്ട്. അതൊന്നും ചെയ്യാതെ അവർ പറയുന്നു ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട മറുപടി പ്രസംഗത്തിലെങ്കിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്ന് രാജ്യം പ്രതീക്ഷിച്ചതാണ്. അതുണ്ടായിട്ടില്ല. റൈറ്റ്. ഡോക്ടർ VPP മുസ്തഫ, എന്തായാലും ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ട്രംപ് ഇങ്ങനെ അങ്ങ് പ്രഖ്യാപനം നടത്തി. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ നയപരമായ ഇടപെടലടക്കം ഉണ്ട് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ മട്ടിൽ ചർച്ച ചെയ്യുന്നു. അതിനപ്പുറത്ത് പതുക്കെ ഈ വിവരങ്ങളെല്ലാം വരും, അത് കാത്തിരിക്കൂ എന്ന് പറയാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണോ ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്? ഈ $500 ബില്യൺ പർച്ചേസ് ഇന്ത്യ 2030 നടത്തും എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം എങ്ങനെയാണ് വെറും ബഡായിയായി നമുക്ക് കാണാൻ കഴിയുക? അല്ലാതെ ട്രംപ് ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ആ മട്ടിലങ്ങ് കണ്ടാൽ മതി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം പല കാര്യങ്ങൾ ഇതിനെ ഇപ്പോൾ യുവരാജ് ഗോകുൽ പറഞ്ഞ മട്ടിൽ നിസ്സാരവൽക്കരിച്ചല്ല ഇതിനെ ഈ രാജ്യത്ത് ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. മറിച്ച് പലതരത്തിൽ ഇന്ത്യയിലെ പോർട്ടുകളെ എങ്ങനെയാണ് ഇവർ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, പോർട്ടുകളുടെ ഉടമസ്ഥത ആർക്കാണ് എന്നതടക്കമുള്ളത് വളരെ ഗൗരവതരമായ ചർച്ചകളിലേക്ക് പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ടതുണ്ടോ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ? അതില് യഥാർത്ഥത്തിൽ യുവരാജ് ഇപ്പൊ മോഡിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ BJP നേതൃത്വം അറിയണ്ട. കാരണം അദ്ദേഹത്തിന്റെ BJPയിലെ രാഷ്ട്രീയ ഭാവി ചിലപ്പോ ഇല്ലാതായി പോകും. ഇങ്ങനെ യുവരാജ് പറയുന്നത് പോലെയൊന്നും അല്ല സാക്ഷാൽ മോഡി ഉൾപ്പെടെ ഇപ്പോഴും ട്രംപിനെ കാണുന്നത്. നിങ്ങൾ നോക്ക്, യുവരാജ് ഇവിടെ പറഞ്ഞ എന്താ, ട്രംപ് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രംപിന്റെ നിലപാടിനൊരു സ്ഥിരതയില്ല, ട്രംപ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ ട്രംപിനെ കുറിച്ച് പറയുന്ന വിമർശനമാണ്. ട്രംപ് ലോക പോലീസ് ചമയുന്നു, ട്രംപ് അസ്ഥിരമായ പല നിലപാടുകൾ, ഒരു വല്ലാതെ അഴകുഴമ്പനായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്ന വിമർശനം. ഇങ്ങനെയല്ല ട്രംപിനെ കുറിച്ച് നരേന്ദ്രമോദിക്കുള്ള അഭിപ്രായം. അതിന്റെ തെളിവെന്താ? ട്രംപ് ഈ ഇന്ത്യ-US വ്യാപാര കരാർ ഒപ്പിട്ടതിന് പിറകെ ആദ്യം ആ വിവരം ലോകത്തോട് പറയുന്നത് ട്രംപാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹമാണ് പറയുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ടു പിറകെ ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നു എക്സിൽ.
എന്താ നരേന്ദ്രമോദി ട്രംപിനെ കുറിച്ച് അതിൽ പറയുന്നത്? ഇങ്ങനെ 25% നിന്ന് 18% ചുങ്കം കുറച്ചു വന്നതിന് 140 കോടി ജനങ്ങളുടെ പേരിൽ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന്റെ വ്യക്തിത്വത്തെ എതിരാജ് പറഞ്ഞതുപോലെയല്ല മോഡി വിശേഷിപ്പിക്കുന്നത്. മോഡി പറയുന്നത് എന്താ? ആഗോള സമാധാനത്തിനും സ്ഥിരതക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. എപ്പോ 2 ദിവസം മുമ്പ് ഈ 3-ാം തീയതി ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഇട്ട എക്സ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാ: ആഗോള സമാധാനത്തിനും സ്ഥിരതക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എതിരാജെ, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ട്രംപിനെ കുറിച്ച് മഹാനായ നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നത്. അദ്ദേഹത്തെ ഇപ്പോഴും എന്ത് ലോക സമാധാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അഫ്ഗാനിസ്ഥാൻ, ഈ പലസ്തീനിലെ ജനതയുടെ ഈ പീഡനങ്ങളാണോ? വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും രാത്രിക്ക് രാത്രി പൂച്ചക്കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്ന പോലെ കടത്തിക്കൊണ്ടുപോയതാണോ? ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും 2 വർഷം കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണോ? ഇറാനെതിരെ ഇപ്പോ അസ്ഥിരതയുടെ ഒരു പ്രശ്നം, അത് ഇറാനെ മാത്രമല്ലോ ബാധിക്കുന്നത്, മധ്യേഷ്യയെ ബാധിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ അവർ നമ്മുടെ കേരളം ആശ്രയിക്കുന്നത്, ഇന്ത്യ തന്നെ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയല്ലേ? അതിനെ മുഴുവൻ അസ്ഥിരപ്പെടുത്തില്ലേ ഇറാനെതിരായിട്ടുള്ള യുദ്ധ നീക്കം? പിന്നെ എന്ത് ലോക സമാധാനമാണ് ഈ ട്രംപിൽ നിന്ന് നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നത്? ലോകത്ത് എന്ത് സ്ഥിരതയാണ്, സുരക്ഷിതത്വമാണ് ട്രംപിന്റെ ഭരണത്തിൽ ലോകത്തിനുണ്ടാകുന്നത്? പക്ഷേ ഏകപക്ഷീയമായി ഈ കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ മോഡിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താങ്കളുടെ പ്രധാനമന്ത്രി പറയുന്നത് ട്രംപിന്റെ നേതൃത്വം ലോകത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ്. അവിടെ എതിരാജ് പറഞ്ഞ പോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എതിരാജ് മോഡിയെ കുറിച്ചൊന്നും BJP-യുടെ നേതൃത്വം അറിയാൻ നിൽക്കണ്ട. അത്രയും സോറി, യുവരാജ് പറഞ്ഞ ഈ കമന്റ്സ് ഒന്നും BJP നേതൃത്വം അറിയാൻ നിൽക്കണ്ട. അത്രയേറെ സാഹചര്യമാണ്. നമ്മുടെ മുന്നിലെ പ്രശ്നം എന്താ? ഏകപക്ഷീയമായിട്ട് ഇന്ത്യയുടെ നയങ്ങൾ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന്റെ അധികാരി പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ പറയുന്നു ബൈലാറ്ററൽ ഡിസ്കഷൻ 1.5 വർഷത്തിലധികമായില്ലേ നടക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലും നയതന്ത്ര തലത്തിലുമെല്ലാം ഇന്ത്യ US ഈ ഫ്രീ ട്രേഡ് കരാറിനെ കുറിച്ചുള്ള ചർച്ച 1 വർഷത്തിലധികമായി നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഒപ്പിടൽ നീണ്ടുപോയത്? അവിടെ പാകിസ്ഥാൻ ഒരു പ്രശ്നമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം അവസാനിപ്പിച്ചത്, പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തെ ഇന്ത്യ പ്രതിരോധിച്ചത്, ആ യുദ്ധം ഒഴിവാക്കിയത് താനാണ് എന്ന ട്രംപിന്റെ അവകാശവാദം, അതിന് വേണ്ടത്ര എൻഡോഴ്സ് ചെയ്തില്ല. അതൊരു വസ്തുതയാണ്. പക്ഷെ അതിനെ നിഷേധിച്ചുമില്ല. എപ്പോഴെങ്കിലും ട്രംപ് പറയുന്നത് ശരിയല്ല, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീർക്കുന്നതിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഒരു നിഷേധ പ്രസ്താവനയും ഉണ്ടായിട്ടില്ല. എൻഡോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിഷേധ പ്രസ്താവന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് അസംതൃപ്തനായിരുന്നു. അവിടെയാണ് ഈ ഇന്ത്യ ഇപ്പൊ ഒപ്പിട്ട ഈ വ്യാപാര കരാർ ഒപ്പിടുന്നത് തന്നെ നീണ്ടുപോയത്. റൈറ്റ്, അതാണ് യുവരാജ് അതിനകത്തുള്ള ഒരു പ്രശ്നം. ഈ ഇത്തരത്തിലൊരു ഒറ്റ വാചകം പൂർത്തീകരിച്ചോട്ടെ. അങ്ങ് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതാണ് പ്രശ്നം. നമ്മളെല്ലാം ഇപ്പോ ഈ 7% കുറച്ച് 18 ആക്കിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൂട്ടിയിട്ട് കുറച്ചതിനെ കുറിച്ചേ പറയുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ 0 താരിഫാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് 0, പഴം പച്ചക്കറി 0. ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ കൂമ്പടിഞ്ഞു പോകില്ലേ 0 താരിഫായി കഴിഞ്ഞാൽ? അതുപോലെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് $50,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 45.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തണം ഇന്ത്യ. ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തിരിക്കുക. ഏത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത്രയേറെ പ്രയാസകരമായ അനുഭവമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തുറന്നു പറയാൻ കഴിയുമെങ്കിൽ ഈ 3 ദിവസമായി പാർലമെന്റ് ഈ വിശദാംശങ്ങൾ പോട്ടെ, നിങ്ങൾ വേറെ എവിടെയും പറയണ്ട. പക്ഷെ അപ്പുറത്ത് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ 3 ദിവസം പാർലമെന്റിൽ പറയുമ്പോഴെങ്കിലും ഇന്നലെ പീയൂഷ് ഗോയലിനോ ഇന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രിക്കോ ഈ കാര്യങ്ങൾ പറയാൻ കഴിയണ്ടേ? അവിടെയാണ് ഭാസ്കര പട്ടേലരുടെ കീഴിലെ വെറും തൊമ്മിയായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ആത്മാഭിമാനത്തെ തൊടുന്ന തരത്തിലാണോ ഈ കരാറിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ള സംശയം ഉയരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്
വ്യക്തമാണ്. ട്രംപ് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കും. എന്തിനാണ്? ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയുടെ മറുപടി എന്താണ്? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മറുപടി എന്താണ്? ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ട്രംപിൻ്റെ ശ്രമങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കോണ്ടെക്സ്റ്റ് നോക്കണമല്ലോ. ഈ ട്രേഡ് ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ അത് പ്രഖ്യാപിക്കുന്ന ആ ട്രൂത്ത് സോഷ്യലിലെ അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിനുള്ള മറുപടി എന്താണ്? അത് ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയാണ്. അതായത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ട്രംപ് എന്തോ പ്രവർത്തിക്കുകയാണ് എന്നുള്ള മട്ടിൽ തന്നെയുള്ള മറുപടിയാണ്. അവിടെയാണ് നമ്മൾ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണോ നമ്മൾ ചലിക്കുന്നത് എന്നുള്ള സംശയം ഉയർത്തുന്നത്. സംശയം മാത്രമല്ല, ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന മുഴുവൻ പ്രതികരണങ്ങളും ട്രംപിൻ്റെ പ്രതികരണമല്ല, അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളും അതിനൊപ്പിച്ചുള്ളതാണ് എന്നതാണ് പ്രശ്നം. അപ്പം നമ്മൾ അപമാനിതരായി എന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും ഓരോ പൗരനും ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ബോധം പൗരന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റ് കമ്പനിയിൽ ഇടിഞ്ഞു കുത്തേണ്ടതാണ്. പകരം അത് വേറൊരു കാര്യമുണ്ട്. ഈ ട്രേഡ് ഡീല് ആർക്ക് ഗുണം ചെയ്തു എന്നത് നോക്കിയാൽ ഇന്ത്യൻ പോർട്ടുകളുടെ ഉടമകൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയല്ലേ യുവരാജ്? ഞാനത് ഇടപെട്ട് പറഞ്ഞതേ ഉള്ളൂ. യുവരാജ് പറഞ്ഞോ, ഞാൻ വേറെ ഇടപെടില്ല. യുവരാജ് പറഞ്ഞോ. അല്ല, ഇന്ത്യൻ പോർട്ടിൽ നിന്ന് നമുക്ക് തിരമാലകൾ കയറ്റി അയക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലുള്ള പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുവാനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അല്ലേ സാധിക്കും. മുഴുവൻ വ്യവസായികൾക്ക് ഗുണം ചെയ്യുന്നോണ്ടല്ലേ നമ്മളെല്ലാവരും ഷെയർ മാർക്കറ്റിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഷെയർ മാർക്കറ്റിൽ എല്ലാ കമ്പനികളുടെയും ഷെയർ കൂടുകയും സ്വാഭാവികമായിട്ട് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രമല്ലല്ലോ കൂടിയിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ കമ്പനികളുടെ ഷെയർ ട്രേഡിങ്ങിനകത്ത് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അത് പോർട്ടിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ VPP മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ എന്തോ BJP പുറത്താക്കും, ഞാൻ ട്രംപിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. ശ്രീ VPP മുസ്തഫ, പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില ഭാഷകളുണ്ട്. ആ തരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ നിലവാരത്തിലേക്ക് കൂടി ഇറങ്ങി വന്ന് സംസാരിക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ടുന്ന ഒന്നാണ്. എന്താണ് ഒരു ബൈലാറ്ററൽ ഡീലെന്നും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ പാർലമെന്റിനകത്തല്ല ഉണ്ടാകുന്നതെന്നും വർഷങ്ങളായിട്ട് രാജ്യം ഭരിച്ച ആൾക്കാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡിന്റെ കാര്യങ്ങൾ ആദ്യം പാർലമെന്റിനകത്തല്ലല്ലോ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഒരുമിച്ച് സംസാരിക്കുന്ന ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് വീണ്ടും റീഐറ്ററേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ അങ്ങനെ അല്ലാതെ പ്രതിപക്ഷം പെരുമാറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതിനകത്ത് അല്പം അതിര് കടന്ന് തന്നെ സംസാരിക്കേണ്ടി വരും. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ലോക സമാധാനത്തിന് ട്രംപ് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിലെ ജനങ്ങളെല്ലാം നാട്ടിലിറങ്ങി റോഡിലിറങ്ങി നിന്ന് ആഘോഷിക്കുന്നത് കാണുമ്പോൾ അവിടെ സമാധാനം വന്നു, സന്തോഷം വന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളും മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പം ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനാണ്? വെനസ്വേലയിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം റോഡിൽ ഇറങ്ങി നിന്ന് പൊട്ടിച്ചിരിക്കുകയും ആഘോഷിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സമാധാനം വന്നുകൊണ്ടല്ലേ. നാളെ ഉത്തര കൊറിയയിലെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയാലും ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസാനിക്കുന്നതോടുകൂടി കിട്ടുന്നു എന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം വന്നു എന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇനി 17-ാം തീയതി ഒക്ടോബർ 2025 മണി കൺട്രോളിലെ വാർത്തയാണ്. ഡൊണാൾഡ് ട്രംപ് റീഐറ്ററേറ്റ്സ് ക്ലെയിം ദാറ്റ് ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. സി ന്യൂസ് 2 ഓഗസ്റ്റ് 2025 വാർത്തയാണ്. ട്രംപ് സേസ് ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. ഇദ്ദേഹം ഇത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2026 ജനുവരിയിൽ ഇദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ എന്നുള്ള കാര്യം. അല്ലല്ല, കംപ്ലീറ്റ് ചെയ്യട്ടെ ഹർഷൻ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇന്ത്യ അനന്തകാലത്തേക്ക് ആർക്കെങ്കിലും ഞങ്ങൾ ഇന്ന സാധനം ഉള്ള കാലം മുഴുവൻ നിങ്ങളെ തന്നെ വാങ്ങിക്കൊള്ളാം എന്ന് കരാർ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യക്ക് എന്താണോ ആ സമയത്ത് ലാഭകരമായിട്ടുള്ളത് അതിൽ നിന്ന് വാങ്ങും.
തീർച്ചയാണ് അതിനകത്ത് എന്താ ഇത്ര വലിയ ആനക്കാരി ഇരിക്കുന്നതെന്നേ? ഇന്ത്യക്ക് ഇന്ന് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇന്നലെ വരെ ലാഭം തോന്നിയാൽ അവിടെ നിന്ന് വാങ്ങും. മറ്റു പല ഫാക്ടറികളും കൂടി കണക്കിലാക്കുമ്പോൾ വെനസ്വേലയിൽ നിന്നാണ് വാങ്ങുന്നതാണ് ലാഭം എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയായിരിക്കും വാങ്ങുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ പറയുന്ന ഒരു കാര്യം ഫാക്ച്വലി തെറ്റാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഓഫർ ചെയ്തു, ആ ഓഫർ ചെയ്തതിന്റെ പുറത്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഡീൽ എന്നാണ് പറയുന്നത്. ഹർഷൻ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ട് 1 വർഷമായി നടക്കുന്ന ട്രേഡ് ഡീലാണ് അല്ലെങ്കിൽ ചർച്ചകളാണ് എന്നുള്ള കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ എപ്പോഴാണ് നടന്നത്? കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ജനുവരി എൻഡ് ഫെബ്രുവരി ബിഗിനിങ് ആണ്. അതായത് ഇനിയും 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരിയിൽ മെയ്യിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകും എന്നറിഞ്ഞ്, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിക്കുമെന്നറിഞ്ഞ്, ആ സമയത്ത് കുറെ ഓഫർ വെക്കുമെന്നറിഞ്ഞ് 1 വർഷം മുമ്പേ നമ്മൾ ചർച്ച തുടങ്ങിയതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 1 വർഷം മുമ്പേ നമ്മൾ ചർച്ച, അപ്പൊ അന്ന് മുതൽ നടക്കുന്ന ചർച്ചകളുണ്ട്. ആ ചർച്ചകൾക്കകത്ത് പല ഫാക്ടറുകളും ഉണ്ടാവുന്നേ. ആ പല ഫാക്ടറുകൾ 2 രാജ്യങ്ങളുടെയും ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുള്ളൂ. ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ കയറിയത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ വെച്ചുകൊണ്ടാണ്. ആ ഒരു മാഗ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് കുറെ ബയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പയിന് കുറെ ഫാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് സംസാരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാജ്യത്തെ പൊളിറ്റിക്സ് ആണ്, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യം. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, നമ്മൾ ഈ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ലോകത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡീൽ വരട്ടെ. വരുന്ന സമയത്ത് ആ പേപ്പർ ഇപ്പൊ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തേക്ക് ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും 2 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സംയുക്തമായിട്ട് ആ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് ലോകത്തോട് അവതരിപ്പിക്കുന്ന ഒരു ദിവസം വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കൂ. അപ്പൊ നമുക്കറിയാലോ 2 പേരും തമ്മിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവർക്ക് എന്താണ്, നമുക്ക് എന്താണ് ഗെയിൻ ഉണ്ടാകുന്നത്, അവർക്ക് എന്താണ് ഗെയിൻ ഉണ്ടാകുന്നത്, നമുക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടോ, തീർച്ചയായിട്ടും അറിയാലോ. എല്ലാ ട്രേഡ് ഡീലിനും ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടന്നിരിക്കുന്ന ട്രേഡ് ഡീലായാലും ശരി, ഇപ്പൊ ചൈനയായിട്ട് നടക്കുന്ന ഡീലായാലും ശരി, അതിനകത്ത് 2 ഭാഗം ഉണ്ടാവുന്നേ. നമുക്ക് ഒരുപാട് ഗെയിനും ഉണ്ടാവും, നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് സ്വാഭാവികമാണ്. അതിനെ നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് 2025 ശരിയാണ്, 2025 ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെയാണ് ഈ ട്രേഡ് ഡീൽ ആരംഭിക്കുന്നത്, ചർച്ച ആരംഭിക്കുന്നത്. ആ ട്രേഡ് ഡീലിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവർക്ക് ചില ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. ആ നിലയ്ക്കാണല്ലോ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ്, അത് ശരിയായി തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആഡ് ചെയ്തോട്ടെ. ശ്രീ വി പി മുസ്തഫയ്ക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ട്. അതുകൂടി ഗോകുൽ, വി പി മുസ്തഫയ്ക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ യുവരാജ് പറഞ്ഞ പോലെയല്ല, നമ്മളിപ്പോ ആവശ്യപ്പെട്ടത് ഏതാ? ഒപ്പിട്ട് കഴിഞ്ഞ് പുറത്തു വന്ന കരാറിന്റെ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞത് യുവരാജ് പറയുന്നത് പോലെ നിങ്ങൾ 1 വർഷമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യവും വെളിപ്പെടുത്തിയില്ല, ഡിസ്ക്ലോസ് ചെയ്തില്ല. പോട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ പറഞ്ഞതുപോലെ ചർച്ച നടത്തുമ്പോഴേ പാർലമെന്റിൽ പറയണ്ട. പക്ഷെ ഇപ്പോഴെന്താ കാര്യം? കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, നിലവിൽ വന്നു. അപ്പോഴാണ് പാർലമെന്റ് നടക്കുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു കക്ഷി അതിലെ വ്യവസ്ഥകളാകെ പരസ്യപ്പെടുത്തി കഴിഞ്ഞു. ഒരു കക്ഷി പരസ്യപ്പെടുത്തി കഴിഞ്ഞല്ലോ. എന്തേ ആ കരാറിലെ 2ാമത്തെ കക്ഷിക്ക്, മറ്റേ കക്ഷിക്ക് സ്വന്തം രാജ്യത്തോട്, അവിടുത്തെ ജനങ്ങളോട്, അവിടുത്തെ ജനപ്രതിനിധികളോട് ആ കരാറിന്റെ കാര്യം വെളിപ്പെടുത്താൻ കഴിയാത്തത്? ഇതാണ് ഒന്ന്. 2ാമത്തെ കാര്യം, യുവരാജ് പറയുന്ന കണക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഇറക്കുമതിയുടെ കാര്യം എന്താ? 2025 നവംബറിൽ 35% റഷ്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഡിസംബർ ആയപ്പോൾ അത് 25%. ജനുവരി ആയപ്പോൾ പിന്നെയും കുറഞ്ഞു. ഇങ്ങനെ നവംബർ തൊട്ട് ഇങ്ങോട്ട് ഓരോ മാസവും ഏതാണ്ട് 7% മുതൽ 10% വരെ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ള എണ്ണ ഇറക്കുമതിയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റിലയൻസ് നേരത്തെ പൂർണ്ണമായും റഷ്യയിൽ നിന്നായിരുന്നു എണ്ണ വാങ്ങിച്ചിരുന്നത്. ഇപ്പോ ഈ ജനുവരി 14 കൂടി റിലയൻസ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തി. അവർ പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. അവർ മധ്യേഷ്യയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാലും യുവരാജ് പറയുന്നത് വസ്തുതാപരമല്ല.
ശ്രീ യുവരാജ് ഗോകുൽ, ഇതിൽ ഈ കൂട്ടിച്ചേർത്തതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ അടുത്ത 2030 ആകുമ്പോഴേക്ക് 500 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങും എന്നുള്ള ഉറപ്പ് കൊടുത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇപ്പൊ നമ്മൾ ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യും. അതെ, ബില്യൺ ഡോളർ, അത് തന്നെ. അപ്പോൾ അതിനകത്തുള്ള ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അത് 100 ബില്യൺ, ഞാൻ പറഞ്ഞത് ബില്യൺ, 100 ബില്യണിൽ അത് ഒതുങ്ങുകയാണ് ചൈനയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ. നമ്മൾ ഈ താരതമ്യത്തിൽ നിർബന്ധിക്കുന്നത് BJP ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ താരതമ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ താരതമ്യത്തിൽ നമ്മൾ പിന്നിലാണ്. അതുമാത്രമല്ല, ഇത് എവിടുന്ന എന്താണ് ഈ ഒരു രാജ്യത്തിൻ്റെ, ഈ ഇന്ത്യയുടെ ആകെ ബജറ്റിൻ്റെ, ഒരു വാർഷിക ബജറ്റിൻ്റെ ഏതാണ്ട് 80% മേൽ വരുന്ന ഒരു തുകയ്ക്കാണ് നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങുമെന്ന് പറയുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം, താരതമ്യത്തിന് നിർബന്ധിക്കുന്നത് BJP അല്ല, പ്രതിപക്ഷമാണ്. കാരണം ട്രംപ് വന്നതിന് ശേഷം വിവിധ രാജ്യങ്ങൾക്കുണ്ടായിട്ടുള്ള താരിഫ് വർധന, ചൈനയ്ക്കൊക്കെ 140%-ലേക്കാണ് താരിഫ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് വർദ്ധിപ്പിച്ചു, രൂപയുടെ മൂല്യമിടിയുന്നു. എന്താണ് സംഭവിക്കുന്നത് ട്രംപ് വന്നതിന് ശേഷം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു, താരിഫ് വിഷയത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഏകപക്ഷീയമായിട്ട് മോദി വന്നതിന് ശേഷം ഇങ്ങനെ എന്നുള്ള തലത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് താരതമ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ പറഞ്ഞിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്കും ഇന്ത്യ എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഇന്നലെ പാർലമെന്റിൽ ഉൾപ്പെടെ ശ്രീ പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ VPP മുസ്തഫ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുകയോ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് വരെയും ട്രേഡ് ഡീൽസ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുമ്പോൾ അത് പബ്ലിക്കായിട്ട് രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് സൈൻ ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അമേരിക്കയുടെ ആഗ്രഹം പറയുന്നു, അമേരിക്കയുടെ താല്പര്യം പറയുന്നു, ഇന്ത്യയുടെ താല്പര്യം പറയുന്നു. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അല്ല ഇന്ത്യ അതിനകത്ത് വേറെ എന്തെങ്കിലും അതിനകത്ത് നിഷേധിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നും തന്നെ പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അതിനകത്ത് മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നത് കൊണ്ടും മാത്രം കൃത്യമായിട്ട് അദ്ദേഹം വന്നിട്ട് അഗ്രികൾച്ചറൽ സെക്ടർ നമ്മുടെ സെൻസിറ്റീവ് സെക്ടറാണ്, അതിനെ തൊട്ടിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു അഷുറൻസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതുപോലും ചിലപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായില്ലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് മാത്രമാണോ ബാധകം? അതാണ് കുഴപ്പം. ഇത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇതെല്ലാം ഇതിങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇതെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അവിടുത്തെ ഓരോ വകുപ്പിന്റെയും മന്ത്രിമാർ ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഇങ്ങനെ വാചാലരാവുകയാണ്. അപ്പം നമുക്ക് മാത്രം ഇത് നമ്മളാരും അറിയണ്ട, അമേരിക്കക്കാർ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാത്രമല്ല, ഈ കാർഷിക മേഖലയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ആസിയാൻ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് 200 രൂപ റബ്ബറിനുണ്ടായിരുന്നത് അവിടെ നിന്നു പിന്നെ ഈ 20 വർഷത്തിനിപ്പുറവും റബ്ബറിന്റെ വില 200-ൽ കിടക്കുകയാണ്. ആ ഒരൊറ്റ കരാർ ഉണ്ടാക്കി വെച്ചിരുന്ന കുഴപ്പമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കാർഷിക മേഖല സെൻസിറ്റീവ് ആകുന്നത് അതുകൊണ്ടാണ്, ആശങ്കയുള്ളത് അതുകൊണ്ടാണ്. നമുക്ക് അമേരിക്കൻ കാർഷിക മേഖലയുമായി അങ്ങനെ പൊരുതി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. തീർച്ചയായിട്ടും ഹർഷൻ, ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരു കരാറും പരിപൂർണമായും സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അമേരിക്കയിലുള്ള പല ആൾക്കാരും പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ. ട്രംപിന്റെ മിനിസ്ട്രി സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഇപ്പൊ ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കും എന്ന് പറയുന്നത് പോലെ അവരെന്തേലുമൊക്കെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കട്ടെന്നേ. നമ്മുടെ മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ അത്തരത്തിലുള്ള സംഗതികൾ ഇല്ല എന്നുള്ള കാര്യം. നമ്മൾ എന്താണോ തത്വത്തിൽ എഗ്രി ചെയ്തിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു കാര്യങ്ങളിൽ ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വിദ്യ ചോദിച്ചു, എന്താണ്, അല്ലെങ്കിൽ VPP മുസ്തഫ ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചെനിക്ക് മനസ്സിലല്ലേ, എന്തുകൊണ്ട് മോദി ട്രംപിന് അതേപോലെ മറുപടി പറയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ട്രംപ് ഉപയോഗിക്കുന്ന അതേ ഭാഷയിൽ അതേ ശൈലിയിൽ ലോകത്തിലെ ഏത് ഉത്തരവാദിത്തപ്പെട്ട രാജ്യം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ ഭാഷയിൽ മറുപടി പറയണ്ട. പക്ഷേ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ ചൈനയ്ക്കെതിരെ 140% നിർത്തുകയാണ് ചൈന ചെയ്തത്. ചൈന മറുപടി മറ്റൊരു തരത്തിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഒന്ന് അടിസ്ഥാനപരമായി ഈ കാലത്ത് ഈ ഒപ്പത്തിനൊപ്പത്തും മുട്ടി നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ആഗോള സാഹചര്യത്തിൽ മേൽക്കൈ ഉണ്ടാവുക. അങ്ങനെ ചെയ്യാൻ ഹർഷൻ
ഹർഷൻ, ഞാനൊരു കാര്യം പറയട്ടെ. ചൈന എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. അവിടെ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ല നിലനിൽക്കുന്നത്. പ്രതിപക്ഷം എന്നൊരു സാധനമേ അവിടെ ഇല്ല. അവർക്ക് ഇന്ത്യയിൽ ഡോളറിന്റെ ഇതിനെതിരെ രൂപ 1 രൂപ ഇടിഞ്ഞാൽ 2 രൂപ ഇടിഞ്ഞാൽ ഇവിടെ അറിഞ്ഞു വെച്ചുകൊണ്ട്, അതായത് ഇതാണ് ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ നടക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ നടക്കുന്ന വലിയൊരു പ്രതിപക്ഷ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ ടോട്ടൽ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഫാക്ടറായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം, ആളോഹരി വരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു വലിയ ഫാക്ടറായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും നമുക്കറിയാം. അപ്പോൾ ഒരു രാജ്യത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രമേ ട്രേഡ് ഡീൽ വിഷയത്തിനകത്ത് നമുക്കൊരു അയൺ ഹാൻഡ് നിലപാട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യക്ക് പറ്റുന്ന തലത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പല തരത്തിലുള്ള പ്രഷറുകളും വരുന്നുണ്ട്. ആ പ്രഷറിനെ മുഴുവൻ ഓവർകം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇതുവരെയും പറഞ്ഞ ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കുന്ന തരത്തില് കഴിഞ്ഞ 1 വർഷമായിട്ട് ട്രംപ് എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളെ ഒന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന തലത്തിലുള്ള ഒരു പ്രതികരണവും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇനിയും ഒട്ട് വരാനും പോകുന്നില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇന്ത്യക്ക് ഇതേ പറ്റൂ, ഈ മട്ടിൽ തന്നെ ഇടപെടാൻ കഴിയൂ. ഇങ്ങനെയൊക്കെ ഈ സംവിധാനത്തിനകത്ത് ഏറ്റവും പരമാവധി ആനുകൂല്യങ്ങൾ നേടാൻ കഴിയൂ. നമുക്ക് അപ്പുറത്ത് പാകിസ്ഥാനെ നോക്കിയാൽ 19%, അവർ ആദ്യം പ്രഖ്യാപിക്കാനൊക്കെയുള്ള അവകാശം അവർക്ക് കിട്ടിയെങ്കിലും 19% താരിഫ്. ചൈനയ്ക്ക് ഏതാണ്ട് 20% താരിഫ്. ഇന്ത്യക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നിലയ്ക്ക് നോക്കിയാൽ 18%. അങ്ങനെ വലിയൊരു മെച്ചം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത്തരം ഈ അലവലാദികളുമായി ചർച്ച നടത്തിയിട്ട് ഇത്രയും ഒപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസമാണ് പങ്കുവയ്ക്കുന്നത് BJP നേതൃത്വം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ അത് ശരിയല്ലേ? ഈ കയ്യൂക്കുള്ളവന് കാര്യക്കാരനാക്കുന്ന ആളുകൾക്ക് എല്ലാം അംഗീകരിച്ചു കൊടുക്കുക, ആ കാര്യക്കാരനെ അംഗീകരിച്ചു പോകുന്നതാണ് കുറച്ച് നാളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിത് ഈ പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് ജയശങ്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ചൈന ലഡാക്ക് അതുപോലെയുള്ള മേഖലകളിലൊക്കെ എൻക്രോച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലോ മറ്റോ സംസാരിച്ച സമയത്ത് ചൈന ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്, അപ്പൊ ചൈനയോട് മുട്ടാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കില്ല എന്നാണ് അന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇന്ത്യക്ക് എന്താണ് മെച്ചം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കയറ്റുമതി കുറച്ച് അവർ താരിഫ് കുറയ്ക്കുന്നു എന്ന് പറയുന്നിടത്ത് കുറച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതല്ലാതെ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ 50,000 കോടി ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഇതൊന്നും നിഷേധിച്ചിട്ടില്ലാന്നേ. ഇതൊന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഈ പാർലമെന്റിൽ ചർച്ച നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നരേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അമേരിക്ക പറഞ്ഞ കാര്യങ്ങളിൽ ഇത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല. റഷ്യയുമായി ബന്ധപ്പെട്ട ഡീല് നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഈ എന്താ പറയുക, കയ്യൂക്കുള്ള കാര്യക്കാരന് വേണ്ടിയിട്ട് ഈ രാജ്യം വഴിപ്പെട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എവിടെയും വഴിപ്പെട്ടിട്ടില്ല. ഇന്ത്യ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അമേരിക്കയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ഇടപെടൽ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ അമേരിക്കയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലപാട് മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് അതേ രീതിയിൽ മറുപടി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്താണോ പറഞ്ഞത് അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള മറുപടി തന്നെയല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ വന്നിട്ടുള്ളത്. അതിലെന്താ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അപ്പം ഈ വഴിപ്പെട്ട് കൊടുത്ത് നട്ടലും എനിക്ക് ഡൗട്ട് ഉണ്ട് വിദ്യ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പരിപൂർണമായും ശരിയാണെന്ന് എവിടെയാണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എവിടെയാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് പറഞ്ഞിട്ടില്ല. അല്ല യുവരാജ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതിനെ നിഷേധിച്ചു പറയണ്ട. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ടില്ലാത്തത് താങ്കൾക്ക് ഇംഗ്ലീഷ് വായിക്കാനും അറിയാത്തത് കൊണ്ടായിരിക്കും. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക
അമേരിക്ക പറഞ്ഞിരിക്കുന്ന ആ കാര്യം തെറ്റാണ്. ഞങ്ങൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൾപ്പെടെ ഒരു കോംപ്രമൈസിനും അമേരിക്ക റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതിൽ പീയൂഷ് ഗോയലിന്റെ മറുപടി എന്തായിരുന്നു? വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ? അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യാതൊരു റഷ്യയിൽ നിന്ന് എണ്ണ കാര്യത്തിൽ പക്ഷേ മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യ പറയുന്നത് കേൾക്കണം. വ്യക്തതയും ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഡീലാണ് അമേരിക്കയുമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷം എന്താണ് ഇതിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് യുവരാജ് തന്നെ പറഞ്ഞല്ലോ. യുവരാജ് തന്നെ പറഞ്ഞതിനിടയിൽ പറഞ്ഞല്ലോ. അതല്ല, യുവരാജ് പറയുന്നതിനിടയിൽ യുവരാജ് കയ്യൊപ്പുള്ള കാര്യക്കാരന്റെ മുന്നിൽ ഈ രാജ്യം മുട്ടുമടക്കുന്നു എന്ന് തന്നെ യുവരാജ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തലത്തിലേക്ക് വിദ്യ പറയരുത്. ഞങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നു തന്നെയല്ലേ യുവരാജ് നേരത്തെ പറഞ്ഞത്. അവർ സാമ്പത്തിക ശക്തിയാണ് എന്ന് അതിന് മുന്നിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ രണ്ട് കാര്യം പറഞ്ഞു. ജയശങ്കറിനെ മുന്നേ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായ സ്റ്റേറ്റ്മെന്റ് അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. തൽക്കാലം വിദ്യ നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ഏതാണ്ട് ഒരു വ്യക്തത വന്നു എന്നാണ് തോന്നുന്നത് ഈ കാര്യത്തിൽ. 1.5 മണിക്കൂർ എന്തായാലും ഇന്നിപ്പോ പ്രസംഗിച്ചതാണ് പ്രധാനമന്ത്രി. ഖാർഗെയ്ക്ക് നേരെ പരിഹാസം ഉണ്ടായിരുന്നു, രാഹുലിന് പരിഹാസം ഉണ്ടായിരുന്നു, കോൺഗ്രസിന് ആകെ പരിഹാസം ഉണ്ടായിരുന്നു, മമതയ്ക്ക് നേരെ പരിഹാസം ഉണ്ടായിരുന്നു, പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും പരിഹാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം സമയം കണ്ടെത്തിയ ഒരു പ്രസംഗത്തിൽ എന്തുകൊണ്ട് ഇതേക്കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടായില്ല, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ള പരാമർശങ്ങൾ ഉണ്ടായില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ വികസന പദ്ധതികളും നേട്ടങ്ങളും ഒക്കെ പ്രധാനമന്ത്രി എണ്ണി പറഞ്ഞു കേട്ടോ, അതൊന്നും കേട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ US കരാറിനെ കുറിച്ച് മാത്രം മതിയായ വിശദീകരണം ഉണ്ടായില്ല. വ്യക്തമായ വിശദാംശങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുമില്ല. ബോഫോഴ്സ് അടക്കം കോൺഗ്രസിനെതിരായ പഴയകാല അഴിമതി ചരിത്രം എല്ലാം ചൂണ്ടിക്കാട്ടി എന്തിനും ഏതിനും നെഹ്റുവിനെ വിമർശിച്ചും അങ്ങനെയൊക്കെയാണ് ആ പ്രസംഗം പോയത്. പക്ഷേ ഈ വ്യാപാര കരാറിൽ വ്യക്തതയ്ക്കായുള്ള മുറവിളികളെ എത്രത്തോളം അത് ഇങ്ങനെയൊക്കെയുള്ള നിലപാട് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള സംശയം എന്തായാലും നിലനിൽക്കുകയാണ്. BJP വക്താവ് പറയുന്ന പോലെ വരുന്ന ദിവസങ്ങളിലെങ്കിലും ഒരു ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവന ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.